ഐക്യയില് രാത്രി 10:45 ബോധോദയം വന്നിട്ട് വന്നാണല്ലേ, പെട്ടെന്ന് ഇറങ്ങിയതാ. അതാണ് പിന്നെ ചെടി വാങ്ങണം എന്നുണ്ട് വന്നതാ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് ഓൾ സെലക്ട് ചെയ്യുക. മെറി ക്രിസ്മസ്. ചെടികളൊക്കെ എടുത്തിട്ടുണ്ട്. ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ അടക്കം എടുത്തിട്ടുണ്ട്. ഒറിജിനൽ ക്രിസ്മസ് ട്രീ ആണ്. അതിൽ ഡെക്കറേഷൻ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒറിജിനൽ ചെടികളാണ്. അതിൻ്റെ സ്റ്റാൻഡ് അടക്കം ഉണ്ട് കേട്ടോ. നമ്മൾ മൂന്ന് ചെടികൾ വാങ്ങി, അതിൻ്റെ പോട്ട് വാങ്ങി, സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീ വാങ്ങിയിട്ടുണ്ട്. ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷൻ ലൈറ്റ് ഇനി വേറെ വാങ്ങാനുണ്ട്. എനിക്കിതൊക്കെ വെച്ചിട്ട് രാത്രി 12 മണിക്ക് വീട്ടിലെത്തിയിട്ട് അൺബോക്സ് ചെയ്ത് സെറ്റ് ചെയ്യണം. ശരി, എന്നിട്ട് നാളെ ഓഫീസിൽ പോകാം. ശരി. മണ്ണ് വീഴാണ്ട് ഉള്ളിൽ അടുപ്പിക്കണ്ടേ? വീഴിലായിരിക്കും. അത് അതിൻ്റെതായ ഓരോ പോട്ടിൽ തന്നെ ഇട്ടങ്ങ് വെച്ചാൽ മതി. ചെടികളും സ്റ്റാൻഡും വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇനി അൺബോക്സിങ്ങും ഇതൊക്കെയാണ്. 12 മണിയായി. ഇതൊക്കെയാണ് ഇന്ന് പാതിരാത്രി നമുക്ക് തോന്നിയ ഒരു ഭ്രാന്ത് എന്ന് വെച്ചാൽ ഇത് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട് അവസാനം ഇന്നാണ് പ്രസാദായിട്ട് എനിക്കത് വാങ്ങിച്ചു തരുന്നത്. അവസാനം ഐക്യക്കാർക്കായിരുന്നു ഭാഗ്യമല്ലേ നമ്മളെ കിട്ടാനായിട്ട്. ഇത് അൺബോക്സ് ചെയ്തിട്ട് പിന്നെ അതൊക്കെ സെറ്റ് ചെയ്ത് ഇതൊക്കെ റെഡി ആക്കി കഴിഞ്ഞാൽ എന്റെ പണി കഴിഞ്ഞാ. അതല്ല, ഡ്യൂട്ടി റോസ്റ്റർ ഇടും. അതൊന്നും നടക്കുന്ന പരിപാടിയല്ല. വാങ്ങിച്ചു തന്നു ഒരു ദിവസം പ്രസാദായിട്ട് അങ്ങനെയായിരിക്കും ഇതിന്റെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. യെസ്, ഓഫ് കോഴ്സ്. ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ് കേട്ടോ. പീസ് ലില്ലിയാണ് പ്രസാദാട്ട. പീസ് ലില്ലിയാണ്. സമാധാനത്തിന്റെ ലില്ലി നിന്ന് പിച്ചിപ്പൂ. സ്പാത്തിഫൈൽ എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിന്റെ ബൊട്ടാണിക്കൽ നെയിം ആയിരിക്കണം. ഇനിയിപ്പോ ഐക്യക്കാരൻ നെയിമൊന്നും പറയാൻ പറ്റില്ല. ഇത് ചെടികളെ പറ്റി വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത രണ്ടുപേരാണ് കേട്ടോ. എന്തെങ്കിലും നമ്മൾ പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നതാണ്. നമ്മൾ ഇതിനെപ്പറ്റി ഒന്നും അറിയാം, ചിലപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഇതിൽ ഏതെങ്കിലും ഒന്ന് പിന്നെ വെക്കുന്ന അടുത്ത് വെച്ചുവിടാമെന്നോ അല്ലെങ്കിൽ ഒരുമിച്ച് വെച്ചുവിടാമെന്നോ ഉള്ളിൽ വെച്ചുവിടാമെന്നോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം. ഉപദേശങ്ങൾ എപ്പോഴും സ്വീകരിക്കുന്നതായിരിക്കും. അതിന് നമ്മൾ 2-3 വാസ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു നീല കളറ്, പിന്നെ ഇനി ഇത് പൈൻ ട്രീ അല്ല, ഇതാണ് പൈസിയ ഗ്ലോക്ക കോണിക്ക അതിന്റെ പേര്. ഏകദേശം രൂപത്തിലുള്ള ക്രിസ്മസ് ട്രീ അല്ലേ. അപ്പൊ ആ ഒരു രൂപത്തിലുള്ളത് എടുത്താണ്. ഇതിന്റെ മിനിയേച്ചറാണ്, ക്രിസ്മസ് ട്രീന്റെ മിനിയേച്ചർ. വലിയതായിട്ട് വരുന്നതിന്റെ മിനിയേച്ചർ ഇതാണെന്നാണ് ഗൂഗിൾ പറഞ്ഞത്. അപ്പൊ അതിന്റെ വാസാണ് ഇത്. ക്രിസ്മസ് തീമില് നമ്മൾ റെഡ് തന്നെ എടുത്തല്ലേ. റെഡ് ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ക്രിസ്മസ് ആയതുകൊണ്ട്. ഇനി നെക്സ്റ്റ് എന്താ? നെക്സ്റ്റ് കണ്ടിട്ടൊരു മുല്ല ചെടിയുടെ ഇതുപോലെ ഉണ്ട്. ഹെഡീറ ഹെലിക്സ് ഐവി എന്ന് പറഞ്ഞ ചെടിയാണ്. ഐവി ശശിയാ. അതാണ് കോമൺ ഐവി എന്നായിട്ടാണ് കണ്ടത്. അതും ഗൂഗിളിൽ വെച്ച് പറഞ്ഞതാണ്. അപ്പം അതങ്ങനെ നമ്മള് റെഡ് എടുത്തുകൊണ്ട് ഒരു പച്ചയും പിന്നെ ഒരു നീലയും കൂടെ ആയിക്കോട്ടെ വിചാരിച്ച്. പിന്നെ 3 കളർ RGB ആയപ്പോൾ നമ്മുടെ ക്രിസ്മസ് ട്രീ അലങ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രിസ്മസ് ലൈറ്റുകളും ബൾബുകളും വാങ്ങിച്ചിട്ടുണ്ട്. ഇത് 25 ഉള്ള സാധനമാണ് കേട്ടോ. 25 ഉണ്ട് ഇതിൽ. നമുക്ക് വേണ്ടത് മാത്രം ഇത് നമ്മൾ തൂക്കാം. വിന്റർ ഫിൻറ്റ് അതിൻ്റെ പേര്. പിന്നെ ഇതാണ് സ്റ്റാൻഡ് വരുന്നത്. ഈ സ്റ്റാൻഡ് ഇപ്പോൾ അൺബോക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കണം. ഒലിവ് ബ്ലാക്ക് എന്ന് പറഞ്ഞാണ്. ഇതിൽ 3 സ്റ്റാൻഡ് 3 വെക്കാൻ പറ്റും. 3 ചെടികളും വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം സെപ്പറേറ്റ് വെക്കാം. നമുക്ക് ഒലിവ് ബ്ലാഡിനെ അൺബോക്സ് ചെയ്യാം കേട്ടോ. ഡിസൈൻ മൈക്കൽ ആക്സൽസൺ. പ്രസാദ് ഇതൊക്കെ എന്ത് അല്ലേ? നമ്മൾ ഇതിന് അപ്പുറത്തുള്ളത് അസംബിൾ ചെയ്തിരിക്കുന്നു. ഈ കിടക്കുന്ന സാധനം നമ്മൾ അസംബിൾ ചെയ്താണ് കേട്ടോ. ഇതും കൂടി ആകുമ്പോഴേ നമ്മളെ ഈ ഒരു ലിവിംഗ് റൂം മൊത്തത്തിൽ ഐക്യായി. ആരോ നമ്മളെ കമന്റ് ഇട്ടിട്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ സ്പോൺസർ ചെയ്ത് ഐക്യാണോ? ഇത് കണ്ടിട്ടെങ്കിലും അതാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും സാധനം വാങ്ങിച്ചത് എന്നിട്ടെങ്കിലും അല്ലേ അവരൊന്നും തരില്ല കേട്ടോ. ഫ്രീ ആയിട്ട് അങ്ങനെയൊന്നും.
ഇതാ സെറ്റ് ആയിട്ടുണ്ട്. 3 തട്ടായിട്ട് വെക്കാൻ പറ്റുന്ന സാധനം. ഒന്ന് ഇവിടെ വെക്കാം, ഒന്ന് ഇവിടെ വെക്കാം, ഒന്ന് ഇവിടെ വെക്കാം. ഒലിവ് പ്ലാഡ് പെട്ടെന്ന് കഴിഞ്ഞു. 5 മിനിറ്റ് പോലും എടുത്തില്ല പരിപാടി. സിമ്പിൾ. ഇൻസ്ട്രക്ഷൻ വരെ ആവശ്യമായിരിക്കും അല്ലേ? നിസ്സാരം. പിന്നെ എവിടെയാണ് പ്ലേസ്? അവിടെ തന്നെ ഇടത്ത് സൈഡ് ഇതാണ് അതിന്റെ പ്ലേസ് അല്ലേ? കൊരവിട്ടാ ഇവിടെ വേണമെങ്കിൽ നമുക്ക് പിന്നെ ഇത് വേണമെങ്കിൽ തുറന്നിട്ട് കഴിഞ്ഞാല് സൺലൈറ്റ് അടിക്കുകയും ചെയ്യും. സൺലൈറ്റ് അടിക്കുന്നില്ല അല്ലേ? നമുക്ക് ഇതല്ലാതെ വേറെ ഇനി സ്ഥലവും ഇല്ല. കാണാൻ കുറച്ച് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചാൽ മതി. അപ്പം സൺലൈറ്റ് കറക്റ്റ് അടിച്ചോളും. ഓക്കെ. ചെടികൾ കൊണ്ടുവച്ചാലോ? ആ വെക്കാം. കൊണ്ടുവച്ചോ. ഞാൻ ഉദ്ഘാടനം ചെയ്തു. അല്ലല്ല പ്രസാദം ഞാനാണ് ഇങ്ങനെ ആദ്യം വെക്കണ്ടേ? ഏത് വേണമെങ്കിലും വെക്കാം. എന്നിട്ട് താഴെ നമ്മള് അല്ലേ? IV5 പ്ലാന്റ് ആണ്. ഇതൊക്കെ വെള്ളം ഒഴിക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഡ്യൂട്ടി റോസ്റ്റർ വരുന്നതാണ്. വെള്ളം ഒഴിക്കേണ്ട ഉത്തരവാദിത്വം അവിടെ ഏറ്റെടുത്തിരിക്കുകയാണ് ഓൾറെഡി. അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല. ഓക്കെ. അടുത്തത് ക്രിസ്മസ് സ്പെഷ്യല് ജിംഗിൾ ബെൽസ് ഒക്കെ ഇട്ടോ? നമുക്ക് ഇനി വാങ്ങണം, ലൈറ്റ്സ് ഒക്കെ വാങ്ങണം. ലില്ലി പീസ് ലില്ലി. യെസ്, ഡൺ. ഡണ്ണോ ഡൺ. ഈ ലൈറ്റ് കൂടെ നോക്കാല്ലേ? നോക്കിക്കോ, സൈസ് ഓക്കെയാണ്. LED ലൈറ്റ് നമുക്ക് വാങ്ങാനുണ്ട്. അത് അവിടുന്ന് നമുക്ക് കിട്ടിയില്ലായിരുന്നു നല്ലത് അല്ലേ? ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ വലുത്. നമുക്ക് ചെറിയ ചെടിയല്ലേ? അപ്പോ ചെറുതാ, കൊള്ളാം. ഫുള്ള് റെഡ് ആണല്ലേ? അത് വെയിറ്റ് ഇല്ല കേട്ടോ. ഒന്ന് നോക്കി നോക്കാം. പല ടൈപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. ഡാർക്ക് റെഡും ലൈറ്റ് റെഡും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഓ, തൂക്കാൻ ഇതൊക്കെ ഉണ്ട്. വെയിറ്റ് തീരില്ലെന്ന് തോന്നുന്നല്ലേ? അറിയുന്നുണ്ട്. ഇറുക്കി കെട്ടണ്ടാവും. നമ്മളത് ഒറിജിനലാണേ. നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ഫുള്ള് ഒക്കുപൈഡ് ആയി. ഇടത് സൈഡിൽ ചെടിയും സ്റ്റാൻഡും ആയി. അതിനുശേഷം ഇതാ പുതിയ അപ്ഡേറ്റ് ആണ് കേട്ടോ. ഹോം ടൂർ കണ്ടവർക്ക്, വീഡിയോ കണ്ടവർക്കെല്ലാം മനസ്സിലായി കാണും നമ്മുടെ വീട്ടിൽ എന്തൊക്കെ സാധനങ്ങളുണ്ടെന്ന്. അതിനുശേഷം നമ്മൾ ഹോം ടൂർ ചെയ്തിട്ട് ഏകദേശം 3-4 മാസമായി. അതിനുശേഷം കുറെ അപ്ഡേറ്റ്സ് വന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ആ ഒരു അപ്ഡേറ്റിനെ പറ്റി തരാനും കൂടിയാണ്. അപ്പൊ ഇടത് സൈഡിൽ ചെടി നിങ്ങൾ കണ്ടു, ഞങ്ങൾ എവിടെ നിന്ന് വാങ്ങിച്ചു, എങ്ങനെ ഫിക്സ് ചെയ്തു എന്നുള്ള കാര്യങ്ങള്. അതിനുശേഷം ടിവിയുടെ കൂടെ എക്സ്ട്രാ ഒരു ആക്സസറിയും കൂടെ പ്രസാദമായിട്ട് വാങ്ങിച്ചു. ഒരു സൗണ്ട് ബാർ. സോണിന്റെ X5 HTX X500 8500 എന്ന് പറഞ്ഞ മോഡലിന്റെ സൗണ്ട് ബാർ ആണ്. ഓക്കെ, അത് 2.1 ആണ്. 2.1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്പീക്കറും ഒരു സബ് വൂഫറും ഉണ്ട്. ഇതിൽ സബ് വൂഫർ ബിൽറ്റ് ഇൻ ആണ്, സെപ്പറേറ്റ് സബ് വൂഫർ അല്ല, ബിൽറ്റ് ഇൻ സബ് വൂഫർ ആണുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായതുകൊണ്ട് ആ ഒരു സംഭവം വാങ്ങിച്ച് നമുക്ക് ഒതുങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചാൽ. പിന്നെ വേറെ എന്നുള്ളത് നമ്മുടെ ചാർജിങ് സാധനങ്ങൾ, അതുപോലെ നമ്മൾ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ശരിക്കൊരു കബോർഡ് വീണ്ടും ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട്. 3 അത് നമ്മുടെ എല്ലാ ഐറ്റംസും പോവും. നമ്മുടെ ടെക് ഐറ്റംസൊക്കെ കംപ്ലീറ്റ് ഇതിൽ പോവും. ഒരു സാധനം കൂടെ ഇതിൽ പോകുന്നതാണ്, അതിന് വേണ്ടി വാങ്ങിച്ചു. പിന്നെ ചാർജിങ് ഇതിൻ്റെ മുകളിൽ നടക്കും. ഓൾമോസ്റ്റ് എല്ലാം ബാക്കിയെല്ലാം ഐക്യ ഐറ്റംസ് തന്നെയാണ്. അതാണ് ഐക്യക്കാരും കാണുന്നുണ്ടെങ്കിൽ, നമ്മളെ സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുന്നതാണ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ world_2 എന്നതാണ്. അപ്പൊ നമ്മൾ ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഇതിന്റെ മുകളിലോട്ട് ആക്കിയതുകൊണ്ട് ഈ സൈഡിൽ നമ്മൾ മുന്നേ ഒരു ചെറിയൊരു ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സൈഡിലോട്ട് ഈ ഒരു സൈഡിലോട്ട് മാറ്റി. അപ്പോൾ ഇവിടെ ഒരു പ്ലഗ് പോയിന്റ് ഉണ്ട്, അത്യാവശ്യം വേണമെങ്കിൽ അവിടെ ഇട്ട് ചാർജ് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മുടെ ലിവിംഗ് റൂമിൽ ഒരു പുതിയ കുട്ടൻ വന്നിട്ടുണ്ട്. ഇതാണ് ടെഡി ബിയർ.
ഇതൊന്നും കൂടാണ്ട് ഇങ്ങനെയുള്ള കുറെ സാധനങ്ങളുണ്ട്. അതിന്റെ കൂടെ വലിയ ഇത് എനിക്ക് പ്രസാദേട്ടന്റെ ഫ്രണ്ട് ഹരീഷേട്ടന് രേഷ്മയും കൂടെ നാട്ടിൽ പോയിട്ട് തിരിച്ച് ഇവിടെ വന്ന സമയത്ത് അവര് ഗിഫ്റ്റ് ചെയ്തതാണ്. ആ തൊപ്പി നമുക്ക് എവിടെ നിന്ന് കിട്ടിയായിരുന്നു? ലിവ നമ്മള് പോയിട്ടുണ്ടായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മദീന സൈഡിലുള്ള റിസോർട്ടാണ്. അതിന്റെ അവിടെ നിന്ന് നമ്മള് ഹാലവീന്റെ ദിവസമായി നിർത്തിയത്, ഹാലവീന്റെ വീക്കില്. അപ്പൊ അവിടെ നിന്ന് കിട്ടിയതാണല്ലോ ഇത്. അത് ഇങ്ങനെ കൊടുത്തത്. അതിനുശേഷം നമ്മുടെ ലൈറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ. നമ്മൾ ഈ ഒരു ഷോ കേസ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് മൊത്തത്തിലൊന്ന് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പൊ കുറെ സാധനങ്ങൾ, എന്റെ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അടിയിലോട്ട് കയറ്റി. ഇവിടുത്തെ ഇലക്ട്രോണിക് സാധനങ്ങൾ എടുത്ത് കളഞ്ഞ് കുറെ അടിയിലോട്ട് കയറ്റി. ക്ലോക്ക് ഒന്ന് മാറ്റി. ശരിയാണ്, ക്ലോക്ക് ഒന്ന് മാറ്റി, ശരിയാണ്. പിന്നെ നമ്മൾ ചിലപ്പം വിട്ടുപോയ കാര്യങ്ങൾ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഡിഫറൻസ് പിൻ പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കമന്റിൽ നിങ്ങൾ അറിയിക്കണം കേട്ടോ. അപ്പൊ ചെടികൾ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ബാക്കിയുള്ള അപ്ഡേറ്റ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഓരോ അടുത്ത വരുന്ന വീഡിയോയിൽ പറയുന്നതായിരിക്കും അല്ലെ. ഇതിൽ എത്രത്തോളം ആരൊക്കെ വെള്ളം ഒഴുകി എങ്ങനെയൊക്കെ അത് പരിപാലിക്കുന്നുള്ളത് കണ്ടറിയണം, കാത്തിരുന്ന് കാണാം. ചെടി ഉണങ്ങി കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങാൻ ചാൻസ് ഇല്ലാത്ത ടൈപ്പ് കുറച്ച് ചെടികളാണ് വാങ്ങിച്ചിട്ടുള്ളത്. ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളം ഒഴിച്ചാൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മള് പറഞ്ഞ പോലെ തന്നെ ബിഗിനിങ് സ്റ്റേജിലാണ് ചെടികൾ പരിപാലിക്കുന്നതിനും കാര്യങ്ങളൊക്കെ. നമ്മൾ ഇതിനെ പറ്റി റിസർച്ച് ചെയ്ത് ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായി പഠിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി നല്ല രീതിയിൽ ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് വെൽക്കം. നിങ്ങളെ ഇൻപുട്സ് ഓൾമോസ്റ്റ് വെൽക്കം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. ചെടികളെ പറ്റിയിട്ട് എങ്ങനെ പരിപാലിക്കണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ അതിന് എന്തൊക്കെ വളമിടണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അതൊക്കെ അറിയുന്നവരൊന്ന് കമന്റ് ബോക്സിൽ നമുക്ക് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലൊന്ന് വന്നിട്ട് നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ വന്ന് നമ്മളോട് ചാറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ചെടി വാങ്ങിച്ചതും ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊക്കെ ആയിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ചെറിയൊരു വീഡിയോ. അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ഹോം ടൂറിന്റെ അപ്ഡേറ്റും കൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചതിൽ കൂടെ. ഓക്കെ, അപ്പം ഈ ഒരു ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഇത് എവിടെന്നാ വാങ്ങിച്ചത് എന്നൊക്കെ ചോദിക്കാറുണ്ട് ഞങ്ങളോട് പലരും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആയിട്ട്. അങ്ങനെ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സോഷ്യൽസിൽ കോൺടാക്ട് ചെയ്യാം. സോഷ്യൽസിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞങ്ങൾ വീഡിയോയുടെ താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇപ്പം പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. ബൈ ബൈ.